നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 664 664. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 6-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ശ്ലോകം 18. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ ദേവന്മാരെ സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ പാലാഴി കടഞ്ഞ് അമൃത് സ്വീകരിക്കേണ്ടത് എന്ന് പറയണം. ശ്ലോകം. ഹന്ത ബ്രഹ്മന്നഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവാഹിത ശൃണുത അവഹിത സർവേ ശ്രേയോ വസ്യാൽ യഥാ സുരാ. ഹന്ത ബ്രഹ്മന്നഹോ ശംഭോ. ഹേ പരമശിവാം, ഹേ എന്താണെന്ന് പറയുക, ബ്രഹ്മാവേ, പിന്നെ ഇന്ദ്ര, മറ്റ് ദേവതകളെ, നിങ്ങളെല്ലാവരും എൻ്റെ ഭാഷിതത്തെ വേണ്ട പോലെ കേട്ട് എല്ലാവിധ ശ്രേയസ്സിനും ദേവന്മാർക്കുണ്ടാക്കേണ്ട കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതുവിധമായാൽ ശ്രേയസ് ഭവിക്കും, അപ്രകാരമുള്ള എൻ്റെ ഭാഷിതത്തെ ശ്രവിക്കുവിൻ എന്നാണ് എൻ്റെ ടെക്നിക്കൽ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ ശ്രീ ഭഗവാൻ അരുളി ചെയ്തു. ഹേ ബ്രഹ്മൻ, ഹേ ശംഭോ, ഹേ ദേവന്മാരെ, ഏതുവിധം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകുമോ ആ ഉപായത്തെ ഞാൻ പറയാം, അതിനെ മനസ്സിരുത്തി കേൾക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭഗവാന്റെ തത്വോപദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാതെ കണ്ട് ദേവന്മാർക്ക് കൂടി നേരാവില്ല എന്നും വന്നാൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? അപ്പോൾ ഭാഗവതം പഠിക്കൂ. ഭാഗവതം പഠിച്ച് പ്രാക്ടിക്കലായിട്ട് ഈശ്വരൻ്റെ തത്വസംഹിതകളെ മാനിച്ചുകൊണ്ട് ജീവിച്ചു നോക്കൂ. എല്ലാം ഈസി ആയിട്ട് വരും നമുക്ക്. മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 19. യാത ദാനവദേത്തേയസ്താവൽ സന്ധിർവിധീയതാം കാലേന അനുഗൃഹീതേ സ്ഥൈര്യാവദ്യോ ഭവ ആത്മനാ. നിങ്ങൾക്ക് ആത്മാവിനെ അഭിവൃദ്ധി ഭവിക്കുന്നത് വരെ കാലത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദാനവ ദൈത്യന്മാരോടുകൂടി സന്ധി ചെയ്യപ്പെടണം. പോകുവിൻ. നിങ്ങൾ പോയി നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന രാക്ഷസന്മാരെ അല്ലെങ്കിൽ അസുരന്മാരെയൊക്കെ വിളിച്ച് സന്ധി ചെയ്ത് ഒരു കോമൺ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ സന്ധി സംഭാഷണം ചെയ്യുന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഹേ ദേവന്മാരെ, ഇപ്പോൾ ദാനവന്മാർക്കും ദൈത്യന്മാർക്കും അഭിവൃദ്ധിയുള്ള കാലമാകുന്നു. എല്ലാവർക്കും എല്ലാ കാലവും ശരിയാവില്ല. അപ്പോൾ ദേവന്മാർക്ക് മോശമായിട്ടുള്ള കാലം ആർക്ക്? ദാനവന്മാർക്കും ദൈത്യന്മാർക്കും അഭിവൃദ്ധിയുണ്ട്. ഇത് നമ്മളെയും ബാധിക്കും. നമ്മൾക്ക് ഓരോരുത്തരും 365 ദിവസം, എല്ലാ ദിവസവും ഒരു വർഷത്തിൽ സൗഖ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സാണ് സൗഖ്യവും ദുഃഖവും സുഖവും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചഞ്ചലിപ്പില്ലാതെ കണ്ട് ഇരിക്കുക. അന്നന്ന് സംഭവിക്കുന്ന വിപരീത കാര്യങ്ങൾ ഭഗവാന്റെ വരദാനമാണെന്ന് വിചാരിച്ച് അതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ കാര്യം നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, ഹേ ദേവന്മാരെ, ഇപ്പോൾ ദാനവന്മാർക്കും ദൈത്യന്മാർക്കും അഭിവൃദ്ധിയുള്ള കാലമാകുന്നു. കാലം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെയുള്ള കാലാനുകൂല്യം നിങ്ങൾക്കുണ്ടാകുന്നത് വരെ നിങ്ങൾ അവരോട്
സന്ധി ചെയ്യണം, അതിനായി പരിശ്രമിക്കുവിൻ, പോകുവിൻ എന്ന് പറഞ്ഞു. 20-ാമത്തെ ശ്ലോകം. അരയോ അഭി ഹി സന്ദേയാ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമുഷികവദേവാഹ്യർത്ഥസ്യ പദവീം ഗതേ. കാര്യമായ അർത്ഥത്തിൻ്റെ ഗൗരവമുള്ളപ്പോൾ ശത്രുക്കളും സന്ധിപ്പാൻ യോഗ്യന്മാരാകുന്നു. ഇത് വലിയൊരു നഗ്ന സത്യമാണ് പറഞ്ഞത്. ഞാൻ ആരോടും സന്ധി ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ചിലപ്പോൾ ശത്രുക്കളോട് സന്ധി ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ പറയണു സന്ധിപ്പാൻ യോഗ്യന്മാരാകുന്നു. കാര്യത്തിൻ്റെ പദവിയെ, അതായത് കാര്യത്തിൻ്റെ ഗൗരവത്തെ പ്രാപിച്ചവരാൽ സർപ്പവും എലിയും പോലെ, അതായത് സർപ്പവും എലിയും ബന്ധശത്രുക്കളാണ്. പക്ഷേ ചിലപ്പോൾ സർപ്പത്തിന് എലിയായിട്ട് സന്ധി ചെയ്യേണ്ടി വരും. വർജിക്കപ്പെടുവാൻ യോഗ്യം, അതായത് സർപ്പവും എലിയും പോലെ വർജിക്കപ്പെടുവാൻ യോഗ്യമാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ശത്രുക്കളോട് സന്ധി ചെയ്യുന്നത് എങ്ങനെയെന്ന് ശങ്കിക്കേണ്ട. അപ്പോൾ ഭാഗവതം പഠിച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് ഉപകാരത്തിൽ വരും. കാര്യം സാധിപ്പാൻ വേണ്ടി ആ വിധം ചെയ്യുന്നതിൽ മടിക്കാനില്ല. ഗൗരവമായ കാര്യസാധ്യത്തെ ഉദ്ദേശിച്ചിട്ട് ശത്രുക്കളോടും സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല. പാമ്പാട്ടിയുടെ പാമ്പുകുടയിൽ അകപ്പെട്ടിരിക്കുന്ന സർപ്പം അതിൽ നിന്ന് പുറത്തേക്ക് വരുവാനുള്ള ദ്വാരമുണ്ടാക്കി കിട്ടേണ്ടതിന് വേണ്ടി നിസ്സർഗവൈരിയായ എലിയോട് സന്ധി ചെയ്യുന്നു, അല്ലേ? പാമ്പാട്ടി ഒരു സർപ്പത്തിനെ പിടിച്ചൊരു കൂടയിലിട്ടാൽ ഈ ജീവികൾക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എലിയോട് പറയാണ്, നീ എനിക്ക് ഈ കൂടിന്, അതായത് ഈ പരമ്പുകൊണ്ടുണ്ടാക്കിയ കൂടിന് ഒരു ദ്വാരം ഉണ്ടാക്കിയെത്താ, എന്നെ രക്ഷിക്കേ, ഞാൻ എന്നെ ഉപദ്രവിക്കില്ല. അതാണ് ഈ സന്ധി ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഈ സർപ്പം എത്രയോ വലിയ ജീവിയാണെങ്കിലും എലിയുടെ സഹായം ഉണ്ടെങ്കിലേ അതിന് ഈ ദ്വാരം കിട്ടുള്ളൂ. പ്രശ്നമുണ്ടോ? അങ്ങനെ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് പല തരത്തിൽ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എലി പാമ്പ് കൂട കടിച്ചു മുറിച്ചൊരു ദ്വാരമുണ്ടാക്കി കൊടുക്കുന്നു. ആ ദ്വാരത്തിൽ കൂടി പുറത്തു വന്ന സർപ്പം ആ എലിയെ തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് വഞ്ചിക്കുകയാണ് ചെയ്യണത്. അതുപോലെ കാര്യം സാധിച്ചു കഴിയുന്നത് വരെ അസുരന്മാരുമായി സന്ധിക്കുവിൻ. അനന്തരം ശത്രുക്കളായ അവരെ നിങ്ങൾക്ക് ജയിക്കുകയും ചെയ്യാം. അർത്ഥശാസ്ത്രത്തെ അംഗീകരിച്ച് കാര്യം സാധിക്കേണ്ടത് കാര്യാർത്ഥികളുടെ സ്വഭാവമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നിഷ്കാമമായിട്ട് ജീവിക്കുക. ആരോടും നമ്മൾ തല കുനിക്കേണ്ട ആവശ്യമില്ല. തല കുനിക്കേണ്ടി വന്നാൽ തല കുനിക്കുക. ശ്ലോകം 21. അമൃതോത്പാദേന യത്നക്രിയതാം അവിളംബിതം. വിളംബമില്ലാതെ കണ്ട് നമ്മൾ ക്രിയാത്മകമായിട്ട് അമൃത കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കണം. യസ്യ പീതസ്യ വേ ജന്തുർമൃത്യുർഗ്രസ്തോ അമരോ ഭവേത്. അപ്പോൾ ഈ അമൃത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരണം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞ ശൈലി. അപ്പോൾ അത് പറയണു, അമൃതത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കാലവിളംബം വരാത്ത വണ്ണം പ്രയത്നം ചെയ്യപ്പെടണം. പ്രയത്നം ചെയ്യാതെ കണ്ട് ഒരു കാര്യം നടക്കില്ല. യാതൊന്നിൻ്റെ പാനത്തിൽ മൃത്യുവിനാൽ ഗ്രസിക്കപ്പെട്ട പ്രാണി മരണമില്ലാത്തവനായിട്ട് ഭവിക്കും. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ വാക്കാർത്ഥം. സന്ധി ചെയ്ത ശേഷം പ്രവർത്തിക്കേണ്ടത് ഉപദേശിക്കുന്നു. അമൃതത്തെ ഉദ്ഭവിക്കുവാൻ കാലതാമസം എന്നിയെ പരിശ്രമിക്കുവാൻ. അതിനെ പാനം ചെയ്താൽ ആസന്ന മൃത്യുവായിരിക്കുന്ന ജന്തുവും മരണമില്ലാത്തതായി ഭവിക്കും എന്ന് പറഞ്ഞു. ശ്ലോകം 22. ക്ഷിപ്വാ ക്ഷീരോദതോ സർവാവിരു തൃണലതൗഷധി മന്ധാനം മന്ദരം കൃത്വാ നേത്രം കൃത്വാതു വാസുകീം. അതായത് ക്ഷീരസമുദ്രത്തിൽ സമസ്തകളായ
വീരുത്തുക്കൾ, തൃണങ്ങൾ, ലതകൾ മുതലായ ഔഷധികളെ ക്ഷേപണം ചെയ്തിട്ട് മന്ദരപർവ്വതത്തെ കടകോലായി നിശ്ചയിച്ചിട്ട് വാസുകിയെ കയറായി നിശ്ചയിച്ചിട്ട് വേണം പാലാഴി കടയാൻ. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഏത് വിധമാണ് അമൃതം ഉദ്ഭവിപ്പിക്കേണ്ടതെന്ന് ഉപദേശിക്കുന്നു. പാൽക്കടലിൽ വീരുത്തുക്കൾ, തൃണങ്ങൾ, വല്ലികൾ മുതലായ സകല വിധ ഔഷധങ്ങളുമിട്ട് സ്വർണമയമായ മന്ദരപർവ്വതത്തെ കടകോലായിട്ടും സർപ്പരാജാവായ വാസുകിയെ കയറായിട്ടും കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ശ്ലോകം 23. സഹായേന മയാ ദേവ നിർബന്ധത്വമതന്ത്രിതാഃ ക്ലേശഭാജോപവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹാം. ഹേ ദേവന്മാരെ, സഹായമായിരിക്കുന്ന എന്നോടുകൂടി ചേർന്ന് ആലസ്യരഹിതരായി, ദേവന്മാർക്കുള്ള ഉപദേശ. അപ്പം മനുഷ്യന്മാരോ കൂടുതൽ ശ്രദ്ധിക്കണം, ആലസ്യം ഉണ്ടാവരുത്. നിർബന്ധിക്കുവിൻ, അസുരന്മാർ ക്ലേശഭാവുക്കളായിട്ടും നിങ്ങൾ ഫലഗ്രാഹികളായിട്ടും ഭവിക്കും. അവർ ബുദ്ധിമുട്ടിയെന്നല്ലാതെ കണ്ട് സൂത്രത്തിൽ നിങ്ങൾക്കാണ് അമൃത് കിട്ടുക എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഹേ ദേവന്മാരെ, നിങ്ങൾക്ക് സഹായമായിരിക്കുന്ന എന്നോട് കൂടി ചേർന്ന് സമുദ്രത്തെ ഏറ്റവും മഥനം ചെയ്യുവൻ. അപ്പോൾ അതിൽ നിന്ന് അമൃതം ലഭിക്കും. സന്ധി ചെയ്യപ്പെട്ടിരിക്കയാൽ അസുരന്മാർക്കും അമൃതപാനം ചെയ്യാൻ ഇടവരുന്നതാകയാൽ അവർ നാശമില്ലാത്തവരാകയില്ലയോ എന്ന് ശങ്കിക്കേണ്ട. എൻ്റെ സഹായം നിങ്ങൾക്ക് മാത്രമാകയാൽ അവർ ക്ലേശം മാത്രം അനുഭവിക്കുന്നവരും നിങ്ങൾ അമൃതരൂപമായ ഫലം അനുഭവിക്കുന്നവരുമായി തീരും. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഈശ്വരോപാസന ചെയ്യാതെ കണ്ട് അമരത്വം ഉണ്ടാവില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇനി ശ്ലോകം 24 പറഞ്ഞു. യൂയം തദനുമോദധ്വം യതിച്ഛന്ധ്യസ് അസുരാസുരാഹ ന സംരംഭേണ സന്ധ്യന്തി സർവേ അർത്ഥോ സാന്ത്വയായഥാം. അതായത് അസുരന്മാർ യാതൊന്നിനെ ഇച്ഛിക്കുന്നുവോ നിങ്ങൾ അതിനെ അനുമോദിക്കുവിൻ. എല്ലാ കാര്യങ്ങളും സാന്ത്വനത്താൽ യാതൊരുവിധം സിദ്ധിക്കുമോ? ക്രോധത്താൽ അപ്രകാരം സിദ്ധിക്കുകയില്ല. അപ്പോൾ സൗമനസ്യം കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് നേടാം, ക്രോധം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഹേ സുരന്മാരെ, അസുരന്മാർ എന്താഗ്രഹിക്കുന്നുവോ അതിനെ നിങ്ങൾ അനുമോദിച്ചുകൊള്ളുവിൻ. അല്ലാണ്ട് തർക്കത്തിന് പോരുന്നതാണ് പറഞ്ഞത്. സാമോപായത്താൽ എല്ലാ കാര്യങ്ങളും സാധിക്കാവുന്നതുപോലെ ക്രോധത്താൽ സാധിപ്പാൻ കഴിയുന്നതല്ല. സമചിത്തത ആണ് ആവശ്യം. സമചിത്തതയോടുകൂടി നമ്മൾക്ക് ഈ ലോകത്ത് എന്തും ഏതും വിട്ടുപിടിക്കാൻ പറ്റും. ഇനി ശ്ലോകം 25. നഭേദവ്യം കാളകൂടാത് വിഷാജലധി സംഭവാത് ലോഭകാര്യോ നവോ ജാതോ രോഷ കാമസ്തു വസ്തുഷു. സമുദ്രത്തിൽ നിന്ന് സംഭവിക്കുന്ന കാളകൂട വിഷത്തിൽ നിന്ന് ഭയപ്പെടാതിരിക്കണം. പദാർത്ഥങ്ങളിൽ ലോഭമോ കാമമോ ക്രോധമോ നിങ്ങളാൽ ഒരിക്കലും ചെയ്യത്തക്കതല്ല. ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? സമുദ്രമഥനത്തിൽ നിന്ന് കാളകൂടമെന്ന് പേരായ വിഷം ഉത്ഭവിക്കും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കണം. പിന്നെയും മഥനം ചെയ്യുമ്പോൾ മനോഹരങ്ങളായ പലവിധം പദാർത്ഥങ്ങളും ഉണ്ടാകും. അവയിൽ നിങ്ങൾക്ക് ലോഭമോ കാമമോ ഉണ്ടാകരുത്. അവയെ ഗ്രഹിക്കുന്നവരിൽ ക്രോധമുണ്ടാകാതിരിക്കണം. അതായത് ഈ സത്യം വധ സത്യം ചാര എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവർക്ക് ക്രോധം വരാൻ പാടില്ല ഏത് സാഹചര്യത്തിലും. അപ്പോൾ പറഞ്ഞു ക്രോധമുണ്ടാകരുതെന്ന് പറഞ്ഞു.
അപ്പോൾ ശ്രീ ശുക ഉവാച, പരീക്ഷത്തിനോട് ശുകബ്രഹ്മർഷി പറയണു, ഇത് ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമ തേഷാമന്ധർദ്ധതേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരാം. ഇപ്രകാരം ദേവന്മാരോട് ആജ്ഞാപിച്ചിട്ട് ഉത്തമ പുരുഷനായ ഭഗവാനായും സ്വതന്ത്രനായും എല്ലാറ്റിനും സമർത്ഥനുമായിരിക്കുന്നവർ, ഹേ രാജാവേ, അവരുടെ മുമ്പാകെ അന്തർധാനം ചെയ്തു എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രീ ശുകമുനി അരുളി ചെയ്തു, ഹേ രാജൻ, ശ്രേഷ്ഠാനുസരണം പ്രവർത്തിപ്പാൻ ശക്തനും ജ്ഞാനാദികളായ 6 ഗുണങ്ങളുടെ പൂർത്തിയോടുകൂടിയവനുമായ പുരുഷോത്തമൻ ഇപ്രകാരം ദേവന്മാരോട് ഉപദേശിച്ച ശേഷം അവർ കണ്ടുകൊണ്ടിരിക്കെ മറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 27. അഥ തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹ ഭവശ്ച ജഗ്മതു സ്വം സ്വം ധാമോപേയുർബലിം സുരാഹ. അതിൻ്റെ വാക്കാർത്ഥം വരണം. അനന്തരം ബ്രഹ്മാവും ശിവനും ആ ഭഗവാനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് സ്വമായാസ്ഥാനത്തെ ഗമിച്ച് ദേവന്മാർ ബലിയെ പ്രാപിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണം. അതിൻ്റെ ശേഷം ബ്രഹ്മാവും ശിവനും അവിടെ അന്തർധാനം ചെയ്ത് ഭഗവാനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് അവരുടെ സ്ഥാനത്തെ പ്രാപിച്ചു. ദേവന്മാരാകട്ടെ മഹാബലിയുടെ അരികത്തേക്കും പോയി എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 28. ദൃഷ്ട്വാരീനപ്യസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേത് ദൈത്യതാൻ ശ്ലോക്യ സന്ധി വിഗ്രഹകാലവിത്. സന്നദ്ധന്മാരല്ലാതിരിക്കുന്നുവെങ്കിലും ശത്രുക്കളെ കണ്ടിട്ട് ജാതമായ ലോഭത്തോടുകൂടിയ തൻ്റെ നായകന്മാരെ സ്തുത്യനും സന്ധി വിഗ്രഹകാലവിത്, സന്ധിയുടെയും വിഗ്രഹത്തിൻ്റെയും കാലത്തെ അറിയുന്നവനുമായ ദൈത്യരോട് അസുരാധിപൻ നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം 29. തേ വൈരോചനിമാസീനം ഗുപ്തം ച അസുരയൂഥഭൈഹി ശ്രിയാ പരമയാ ജുഷ്ടം ജിതാശേഷം മുപാഗമൻ. അതായത് ജയിക്കപ്പെട്ടിരിക്കുന്ന അശേഷത്തോടു കൂടിയവനും, ഒന്നും ബാക്കിയില്ലാത്തവന്, പരമമായ സർവോത്കൃഷ്ടയായ ശ്രീയാൽ സേവിക്കപ്പെടുന്നവനും അസുരയൂഥപേ അസുര സൈന്യാധിപന്മാരാൽ ഗുപ്തം ഗോപനം ചെയ്തിരിക്കുന്നവനും ഇരിക്കുന്നവനുമായ വിരോചനപുത്രനെ അവർ ഉപഗമിച്ചു എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ത്രിലോകത്തെയും ജയിച്ചും സർവോത്കൃഷ്ടമായ സമ്പത്തിനെ സ്വീകരിച്ചും അസുര സൈന്യാധിപന്മാരാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും സിംഹാസനത്തിലിരിക്കുന്ന മഹാബലിയുടെ സമീപത്തിൽ ദേവന്മാർ പ്രവേശിച്ചു എന്നായി. ഇനി 30-ാമത്തെ ശ്ലോകം. മഹേന്ദ്രശ്ലഷ്ണയാ വാചാ സാന്ത്വയിത്വാ മഹാമതി അഭ്യഭാഷൽ തൽ സർവം ശിക്ഷിതം പുരുഷോത്തമാത്. മഹാബുദ്ധിമാനായ ദേവേന്ദ്രൻ ശ്ലഷ്ണയാ മനോഹര വാക്കുകൊണ്ട് സമാധാനിപ്പിച്ചിട്ട് പുരുഷോത്തമനിൽ നിന്ന്
ശിക്ഷിതം തത്സർവം അഭ്യസിച്ചതായ അതിനെയെല്ലാം അഭ്യഭാഷിച്ചു. അതായത് വരാൻ പോകുന്ന നാളുകളിൽ ഓരോരുത്തർക്കും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഇനി 30-ാമത്തെ ശ്ലോകം. മഹേന്ദ്രശ്ലേഷ്ണയാ വാചാ സ്വാത്വയിത്വാ മഹാമതി അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാത്. മഹാബുദ്ധിമാനായ ദേവേന്ദ്രൻ ശ്ലേഷ്ണയാ മനോഹര വാക്കുകൊണ്ട് സമാധാനിപ്പിച്ചിട്ട് പുരുഷോത്തമനിൽ നിന്ന് ശിക്ഷിതം അഭ്യസിച്ചതായ അതിനെയെല്ലാം അതായത് അഭിഭാഷിച്ചു, എഗ്രി ചെയ്തു എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത് തന്നെ. കാര്യം സാധിപ്പാൻ സമയോചിതം പോലെ പ്രവർത്തിക്കുന്നതിൽ മഹാസമർത്ഥനായ ദേവേന്ദ്രൻ മധുരവാക്കുകൾ കൊണ്ട് മഹാബലിയെ സന്തോഷിപ്പിച്ച ശേഷം ശ്രീ ഭഗവാന്റെ ഉപദേശപ്രകാരം ധരിച്ചിരിക്കുന്ന കാര്യത്തെയെല്ലാം മഥനാദി സംഗതികളെ സന്തോഷപൂർവം പറഞ്ഞറിയിപ്പിച്ചു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രഭാഷണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.